ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കൂന്തൽ. ഇത് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ട് ആണുള്ളത്. മസാലയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലിൻ്റെ വേവിച്ച് വെച്ചതാണ്. കൂന്തലിന് പൊതുവേ നല്ല വേവുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു വിസിൽ വേവിച്ച് വെച്ചിട്ടുള്ളതാണിത്. നമ്മളിത് കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം അതിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, ഞാനിവിടെ പ്യൂർ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അടുത്തതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാം. ഇനി ഈ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ഇറച്ചി യോജിപ്പിച്ചിട്ട് ഉള്ളി നല്ലോണം വാടി വേണം. കുരുമുളക് ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴണ്ട് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി നല്ലോണം വഴറ്റുക. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, നല്ലോണം മസാല വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് വേവിച്ച കൂന്തലിൻ്റെ വെള്ളമായി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കൂന്തലിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നോക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഗ്രേവി ആയിട്ട്. ഓൾറെഡി വേവിച്ച് വെച്ച കൂന്തലായതുകൊണ്ട് നമുക്ക് ഈ ഒരു മസാലയിൽ ഇതിട്ടിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഫൈനലായിട്ട് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പോവാണ്. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഫൈനലി നമ്മളുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേവി ഇല്ലാണ്ട് ചെയ്യാം. സംഭവം എന്തായാലും അടിപൊളിയാണ്.